പല കുടുംബങ്ങളുടെയും വില്ലൻ മദ്യവും ലഹരിയുമൊക്കെയാണ്. മദ്യപിച്ച് ലക്കുകെട്ട് മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന മക്കളെക്കുറിച്ചും ഭാര്യയെ കൊലപ്പെടുത്തുന്ന ഭർത്താക്കന്മാരെക്കുറിച്ചുമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കൊച്ചി വെണ്ണലയിൽ ഒരു വൃദ്ധമാതാവിൻ്റെ ദുരൂഹമരണം കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടാൻ ശ്രമിച്ചത് സ്വന്തം മകനാണ്. വെണ്ണല സ്വദേശിനി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപിനെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. മൃതദേഹം എത്ര ദിവസം പഴക്കമുണ്ട്? ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. നിലവിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, ഞാൻ പോസ്റ്റ്മോർട്ടം കഴിയട്ടെ. ഈ മകന്റെ മൊഴിയതാണ് അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞേക്കണം. നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പറയാം. ബോധമുണ്ടോ സാർ? ഇയാള് മദ്യപിച്ചിട്ടുണ്ടോ? ഈ സമയത്ത് നല്ല മദ്യലഹരിയിലാണ്. ഓക്കെ. ടയർ റിപ്പയറിംഗ് കട നടത്തുന്ന പ്രദീപിന് ഭാര്യയും 2 മക്കളും ഉണ്ട്. എന്നാൽ സംഭവ സമയത്ത് പ്രദീപും അമ്മ അല്ലിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പ്രദീപ് സ്ഥിരം മദ്യപാനിയാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദീപ് പൊതുവെ മാന്യനാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് അയാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെ വയലന്റ് ആവും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആദ്യം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതെല്ലാവരും കൂടിയൊക്കെ ചർച്ച ചെയ്തൊക്കെ തീരുമാനമായിട്ട് പിന്നെ അത് അയാൾ നിർത്തിയിരുന്നു ചികിത്സിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിയായപ്പോഴാണ് എനിക്ക് ഫോൺ വന്നത്. മുറ്റത്തൊരു കുഴി എടുത്തിട്ട് അവിടെ ഈ സ്ത്രീയെ അല്ലി ചേച്ചി അവിടെ കിടത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. എപ്പോഴും വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഭാര്യ മൂത്ത മോനും വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. മദ്യം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് വയലന്റ് ആണ്. അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടും വെള്ളം കാണും. പരിസരവാസികളൊക്കെ മടുത്തിരിക്കുകയാണ്. പുള്ളിക്ക് ഇവിടെ ടയർ കടയുണ്ട്. ടയർ കട ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് തുറന്നിട്ടില്ല. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഇതുപോലെ പല ദുരൂഹമരണങ്ങളും നമ്മൾ കേൾക്കാറുള്ളതാണ്. അവിടെ കൊലപാതക സാധ്യതയിലേക്കൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഈ സംഭവത്തിൽ ഈ അല്ലി എന്ന വൃദ്ധമാതാവിൻ്റെ മരണത്തിൽ പോലീസ് നൽകുന്ന വിവരം എന്താണ്? സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണോ പോലീസ് വ്യക്തമാക്കുന്നത്? എന്തായാലും പാലാരിവട്ടം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അല്ലിയുടെ മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊരു കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നതിൽ ഉറപ്പിച്ചു പറയാൻ കഴിയുകയുള്ളൂ. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലപ്രയോഗത്തിന്റെയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയോ അങ്ങനെ എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ മകൻ പ്രദീപാണ് കൊലപ്പെടുത്തിയതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയാനും കഴിയില്ല. കാരണം പോലീസ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി പ്രമേഹ രോഗിയായ അമ്മയാണ്. അപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിൽ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മരണപ്പെട്ടതാണെങ്കിൽ അതിനുശേഷം മകൻ നല്ല മദ്യപാനിയായിരുന്നു. ഈ പോലീസ് ഈ മകനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലും അമിതമായി മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്കത് കൃത്യമായി കാണാനും കഴിയും. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഈ മദ്യപാനിയായ മകൻ ബോധമില്ലാതെ അമ്മ മരിച്ചെന്ന് അറിഞ്ഞതിനെ തുടർന്ന് കുഴിച്ചിട്ടതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും പോലീസ് തന്നെ അത് പറയട്ടെ. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് മകൻ പ്രദീപ് വീട്ടുമുറ്റത്തിൽ ഒരു കുഴി മൂടുന്നതായി അയൽവാസിയും ബന്ധുവുമായിട്ടുള്ള യുവതി കാണുന്നത്. ഇവർ ഉടനെ തന്നെ കൗൺസിലറെ വിളിച്ചറിയിച്ചു. അസ്വാഭാവികമായി അവിടെ എന്തോ കണ്ടു എന്ന്. കൗൺസിലറാണ് പാലാരിവട്ടം പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് അവിടെ എത്തിയ സമയത്ത് തന്നെ പ്രദീപും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് എത്തുമ്പോൾ പോലും പ്രദീപ് ഈ ഓടി രക്ഷപ്പെടുവാനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. പോലീസിനോട് പറഞ്ഞു അമ്മ മരിച്ചു, അതിനുശേഷം ഞാൻ കുഴിച്ചിട്ടതാണെന്ന്. അയൽക്കാർ പറയുന്നത് ഈ അമ്മ മരിച്ചു, അതായത് ഈ പോലീസ് എത്തുന്ന സമയത്തിനുള്ളിൽ തന്നെ പ്രദീപ് അയൽവാസികളോട് വീടുകളിൽ കയറി പറയുന്നുണ്ടായിരുന്നു അമ്മ മരിച്ചു, കുഴിച്ചിടാൻ സഹായിക്കണമെന്ന്. പക്ഷേ മദ്യപാനത്തിലായതിനാൽ അവരാരും അത് കാര്യമായി എടുത്തില്ല. കാരണം സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന, നാട്ടുകാർക്കും ശല്യമായ ഒരു വ്യക്തി തന്നെയായിരുന്നു പ്രദീപ്. എന്തായാലും പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ തന്നെ ആഴത്തിലുള്ള കുഴിയൊന്നും ആയിരുന്നില്ല. പോലീസ് തന്നെ അത് മണ്ണ് മാറ്റിയപ്പോൾ മൃതദേഹം അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പ്രദീപിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിലാണ് പ്രദീപ് ഉള്ളത്. നാട്ടുകാർ പോലീസ് പറയുന്നത് ഈ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ പ്രദീപ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷമാണ് താൻ കുഴിച്ചിട്ടതെന്ന് തന്നെയാണ് പ്രദീപ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഈ അമ്മ മരിച്ചത്? ഒരു സഹോദരി കൂടിയുണ്ട്, അതായത് അല്ലിക്കൊരു മകൾ കൂടിയുണ്ട്.
ഈ മകളെ വിളിച്ചറിയിക്കണ്ടേ, അല്ലെങ്കിൽ നാട്ടുകാരെയെങ്കിലും ഇത് പറയണ്ടേ, അങ്ങനെ ഒന്നും തന്നെ പ്രദീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് ഇവിടെ ഒരു അസ്വാഭാവികത ഉന്നയിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് പ്രകാരം അല്ലി പ്രമേഹ രോഗിയാണ്, കാലിൽ വ്രണമൊക്കെ വന്ന് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ കിടപ്പ് രോഗി ആയിരുന്നില്ല. അത്യാവശ്യം അയൽക്കാരുമായിട്ടൊക്കെ നല്ല സൗഹൃദം പുലർത്തുന്ന വ്യക്തി കൂടിയായിരുന്നു അല്ലി. ഈ മരിക്കുന്നതിന്, അതായത് ഇന്നലെയൊക്കെ അല്ലീനെ കണ്ടവരുണ്ട്, അപ്പോഴൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി അല്ലിയും മകനും തമ്മിൽ വലിയ രീതിയിൽ വീട്ടിൽ ബഹളം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഈ ബഹളം നിരന്തരം നടക്കുന്നതിനാൽ ആ നാട്ടുകാരൊന്നും ഇടപെട്ടിരുന്നില്ല. ഇതിനു മുൻപ് പലതവണ ഈ ബഹളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണോ ഈ പ്രദീപ്? അതിന്റെ ഈ അമ്മയുമായിട്ടുള്ള വഴക്കിനിടെ ഒരു അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ അത് അറിയാതിരിക്കാൻ ഇയാൾ കുഴിച്ചുമൂടി എന്ന ഒരു സംശയം പോലീസിനുണ്ടോ? അങ്ങനെ ഒരു സംശയമുണ്ട് പോലീസിന്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസും കാത്തിരിക്കുന്നത്. പ്രദീപ് ഇപ്പോഴും പറയുന്നത് അമ്മ മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടു എന്നാണ്. പക്ഷെ നല്ല മദ്യപാനത്തിലാണ്, ബോധമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് ആ മൊഴി മുഖവുരയ്ക്കെടുക്കാൻ പോലീസും തയ്യാറായിട്ടില്ല. നാട്ടുകാർ പറയുന്നത് ഈ ഓണത്തിന് മുൻപ് വരെ പ്രദീപ് നല്ല രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഓണത്തിന് ശേഷമാണ് പ്രദീപ് അമിതമായി മദ്യപിക്കുകയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത്. പ്രദീപിന്റെ ഭാര്യ BSNL ജീവനക്കാരിയാണ്. അവർ പിണങ്ങിപ്പോയി. 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ഭാര്യയുടെ കൂടെയും രണ്ടാമത്തെ മകൻ പ്രദീപിന്റെ കൂടെയുമാണ്. ഇന്നലെ രാത്രി വീട്ടിൽ വലിയ രീതിയിൽ തർക്കമുണ്ടായപ്പോൾ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് പോയി, അതായത് പ്രദീപിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. പിന്നീടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതെന്ന് മകനും പോലീസിന് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞതിന് ശേഷമാണ് ചെറുമകനും, അതായത് അല്ലിയുടെ ചെറുമകനും പോലീസിന് മുന്നിലെത്തിയതും സംഭവ സ്ഥലത്തെത്തിയതും. വിവരം പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് പ്രദീപിന്റെ സഹോദരിയും അവിടേക്ക് എത്തുകയും ചെയ്തത്. അവരും പറയുന്നുണ്ട് കുറച്ചു നാളുകളായി അമ്മ വിളിക്കാറുണ്ടായിരുന്നില്ല. കാരണം പ്രദീപ് അമ്മയ്ക്ക് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് സ്വന്തമായി ഫോൺ ഇല്ലാത്തതുകൊണ്ട് മകളുമായി ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അയൽക്കാരുമായിട്ട് അല്ലി ഇടയ്ക്കൊക്കെ സംസാരിക്കുമായിരുന്നു. പ്രദീപിന്റെ മദ്യപാനത്തെ കുറിച്ചൊക്കെ നാട്ടുകാർക്കും അറിയാം. ഇതിനു മുൻപ് ബഹളമുണ്ടായപ്പോൾ നാട്ടുകാരും കൗൺസിലറും ഒക്കെ ഇടപെട്ട് പ്രദീപിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് നാട്ടുകാർക്കും അറിയില്ല. പോലീസാണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരുത്തേണ്ടത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതല്ല, മരണത്തിൽ ദുരൂഹതയുണ്ട്. ഇത് കൊലപ്പെടുത്തിയ ശേഷം മകൻ കുഴിച്ചുമൂടിയതാണോ എന്നൊരു സാധ്യത പോലീസ് പരിശോധിക്കുന്നു. അതല്ല മറ്റേതെങ്കിലും മരണത്തിന്, അമ്മ മരിച്ചത് ശേഷം ഈ മനോനില തെറ്റി പിന്നീട് ഈ മദ്യലഹരിയിൽ കുഴിച്ചുമൂടിയതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ബലാത്സംഗ കേസിൽ മോൻസൺ